ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു ഗാർമെൻറ്റിലാണെങ്കിലും ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിലാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു സിബും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലുതാണ്, നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര നീളമാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ നോർമൽ ഫൂട്ട് ഇതാണ്, അതിന് ഊരിയെടുത്തിട്ട് ഒരു സിംഗിൾ സൈഡ് ഫൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ സിബ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഫൂട്ടാണ് യൂസ് ചെയ്യുക. രണ്ട് സൈഡും കിട്ടും നമുക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് നീളം കുറച്ച് കൂടുതലാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്കൊന്ന് പിന്ന് കുത്തി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സിബ് എത്ര ലെങ്ത്തിൽ എടുക്കുന്നോ അതിലും ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലായിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ടോ. ആ സിബിൻ്റെ കറക്റ്റ് ലെങ്ത്തിന് കട്ട് ചെയ്യരുത്, അതിലും ഒരു 1.5 ഇഞ്ച് മുകളിൽ കയറ്റി മാർക്ക് ചെയ്യാം. ദെൻ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ എങ്ങനെയാണോ വെക്കുക അതേപോലെ ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ നോർമൽ സിബ് വെക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യും. കണ്ടോ, ഈ സൈഡിലെ സിബ് ഇപ്പോൾ ഇതുപോലെ വെച്ചിരിക്കണം, അതിന് ഇതിങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നോർമൽ ഇരിക്കുക, അതിനെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്കിതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ പിന്ന് കുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വയ്ക്കാനായിട്ട്. പക്ഷേ ഈ നമ്മുടെ ജോർജറ്റ്, ഷിഫോൺ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഓർഗൻസ ടൈപ്പൊക്കെ മെറ്റീരിയൽസ് ആണെങ്കിൽ കുറച്ച് ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ തെന്നിമാറിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം പിന്നെ കുത്തി വെച്ചിട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി നല്ല ഫിനിഷായിട്ട് കിട്ടാനും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. നമുക്കുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വ്യൂവേഴ്സാണ്. കാരണം ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള വളരെ കുറച്ച് പേരാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടാനായി എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിബിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാതെ അതിൻ്റെ ആ ഒരു തൊട്ടടുത്തായിട്ട് നിങ്ങളിതുപോലെ വൺ സൈഡ് ഫുട്ട് ആകുമ്പോൾ കറക്റ്റ് അതുമേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടിരിക്കും. കണ്ടോ, അതുപോലെ മുകളിൽ ജസ്റ്റ് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതുപോലെ പിന്നെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അത് ഊരിയെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ നീഡിൽ വന്ന പിന്നെ മടിച്ചു കഴിഞ്ഞാൽ നീഡിലും പൊട്ടും, ആകെ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ ഊരിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്ലോ ആയിട്ട് ചെയ്യുക. നമ്മൾ നെക്കാണെങ്കിലും അതുപോലെ തന്നെ സിബാണെങ്കിലും ഒക്കെ സ്ലോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും ഇരുന്ന് ഊരി അഴിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മതിയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അധികം മിസ്റ്റേക്സ് വരാണ്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹറിബറി ആയിട്ട് ചെയ്യാണ്ട് കുറച്ച് സ്ലോ ആയിട്ട് സമാധാനമായിട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ ഒരു പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ താഴത്തെ എൻഡ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല, രണ്ട് സൈഡിലുമാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സിബ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതാ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ആ ഒരു സിബിൻ്റെ ബാലൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നുണ്ടാവും, അതിന് താഴേക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൽ കൂടെ താഴേക്ക് ഇതുപോലെ എടുക്കുക. ഇത് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യണം. താഴ്ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നില്ലേ. ഇനി നമ്മൾ ഇതാ അതിൻ്റെ താഴ്ഭാഗം എടുക്കുക കേട്ടോ. താഴ്ഭാഗം എടുക്കുമ്പോൾ അതാ ഇത്രയും ഒരു ഗ്യാപ്പ് കണ്ടോ അവിടെ, ആ ഒരു ഗ്യാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിൻ്റ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോയിൻ്റിൽ നിന്ന് താഴേക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അവിടെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് ആ ഒരു പോയിൻ്റ് നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്